നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ് ഞാൻ പറയുന്നത്. 2026 വിഷുഫലം. ഈ 2026 വിഷുഫലം കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം അല്ലെങ്കിൽ സംക്രമിക്കുന്ന സമയം, അന്നാണ് നാം വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ മേടൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ഫലമായി ഉണ്ടാകുന്ന ആ വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലം കാർത്തിക നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ തരുന്ന ഒരു സമയമാണ്. അതായത് ഈ വിഷുഫലം 2 വിധത്തിലാണ് പഞ്ചാംഗ വിധിപ്രകാരം ഗണിച്ചിട്ടുള്ളത്. അതായത് ആദിശൂലം, മധ്യശൂലം, പിന്നെ അന്ത്യശൂലം. അതുകൂടാതെ ആദ്യഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം. അങ്ങനെ ശൂലമെന്നും ഷഡ്ഗമെന്നും 2ആയി വേർതിരിച്ചാണ് ഫലം പറയുന്നത്. അതിൽ കുറച്ച് നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര ഗുണകരമല്ല. ചില നക്ഷത്രക്കാർക്ക് നല്ല ഗുണഫലവുമാണ്. അതിൽ ഒന്നാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷുഫലമായി അവർ ആദ്യഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രമാണ്. ആദ്യഷഡ്ഗത്തിലാണ് ഇവർ പെടുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സർവകാര്യസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവർ വിചാരിച്ച പല കാര്യങ്ങളും നടക്കാൻ പറ്റിയ സമയം വിഷുഫലമായി ഉണ്ടാവുന്നതാണ്. കാർത്തികക്കാർക്ക് അധികാര ലബ്ധി ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് അധികാര സ്ഥാനങ്ങളിലെത്താൻ ഇവർക്ക് സാധിക്കും വിഷുഫലമായിട്ട്. ഇവരുടെ അധിപനാരാണ്? സൂര്യനാണ്. മനസ്സിലായി? ആ സൂര്യനാണ് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ അധിപൻ സൂര്യനാണ്. അപ്പൊ ആ സൂര്യനാണ് മേടൻ രാശിയിൽ തൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ ബലം കിട്ടും. അത് ഈ കാർത്തിക നക്ഷത്രക്കാർ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിലേക്കാണല്ലോ വരുന്നത്, ഇല്ലേ? ഉച്ചരാശിയിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം കൂടുമെന്നാണ് പറയുന്നത്. ഈ ബലം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലം തരാനും അവർക്ക് കഴിയും. രാഷ്ട്രീയക്കാർക്ക് ഉന്നതമായ പദവിയാണ് ഇവരെ ഈ വർഷം കാത്തിരിക്കുന്നത്. കാർത്തിക നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഉന്നതമായ പദവിയിലെത്താൻ കഴിയുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഈ വിഷുഫലമായി കഴിയുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, പ്രശസ്തി ഇതെല്ലാം ഇവർക്ക് കിട്ടുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ലതാണ് ഈ സമയം, ഈ വിഷുഫലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ ഇതെല്ലാം ഇവരെ സംബന്ധിച്ചും കിട്ടാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇവർക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും നടത്താൻ പറ്റുന്ന സമയമാണ് ഈ വിഷുഫലമായി. പല കാര്യങ്ങളും ഇവർക്ക് നടക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം
ഈ വിഷുഫലമായി ഇവർക്ക് നടത്താൻ കഴിയുന്നതാണ്. ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്ന ഈ ഫലമാണ് വിഷുഫലം. ഇവർ ഉദ്ദേശിച്ച പല കാര്യങ്ങൾ, ഇവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന സമയം. അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു സമയം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചോ ഉന്നതമായ പഠനത്തിനോ ഉന്നതമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കോ നല്ല ഒരു സമയമാണ് വിഷുഫലമായി ഉണ്ടാകുന്നത്. അംഗീകാരങ്ങളും പദവികളും ഈ നക്ഷത്രക്കാര് തേടി വരും. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷുഫലമായിട്ട് സ്വന്തമായി വീട് എന്ന സ്വപ്നം ഇവർക്ക് നടക്കും. വീടില്ലാത്തവർക്ക്, സ്വന്തമായിട്ടൊരു വീടില്ല, അപ്പൊ വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് വിഷുഫലമായി ഈ വർഷം വീട്, സ്വന്തമായ ഒരു ഭവനം, ഒരു വീട് ഇവർക്ക് കിട്ടാൻ സാധിക്കുന്ന വർഷമാണ് അത് ഈ വിഷുഫലമായി ഉണ്ടാവുന്നത്. സ്വന്തമായി വീട്, സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന സമയം. സമൂഹത്തിൽ ഇവർക്കൊരു അംഗീകാരങ്ങൾ കിട്ടുന്നൊരു സമയം. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മികച്ചമായ രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയും. അത് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിയൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് വിഷുപരമായി കഴിയുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കിട്ടുന്ന സമയം. ഇവരേതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് അത് ആ നിക്ഷേപത്തിൽ ഇവർക്ക് ഉയർച്ച, സാമ്പത്തിക ലാഭം ഇതെല്ലാം കിട്ടുന്ന സമയമാണ്. ഇടവൻ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലുണ്ടാവും. ഇവരെ സംബന്ധിച്ച് കാർത്തിക 2 രാശിയിലാണ് വരുന്നത്. ഒന്നും മേടൻ രാശിയിലും, കാർത്തിക കാൽഭാഗം മേടൻ രാശിയിലും, കാർത്തിക 3/4 ഭാഗം ഇടവൻ രാശിയിലുമാണ് വരുന്നത്. അപ്പൊ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ധനകാരകനായ വേഴം 2 ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇടവൻ രാശിക്കാർക്ക് കൂടുതൽ സാമ്പത്തിക കാര്യങ്ങൾ നടക്കുന്ന സമയം. മേടൻ രാശിക്കാർക്ക് സൂര്യന്റെ ഉച്ചസ്ഥിതി ഇവർക്ക് നേരിട്ട് ഗുണം കിട്ടുകയും ചെയ്യും. അപ്പൊ ഇടവൻ രാശിക്കാർക്ക് വേഴത്തിന്റെ ഗുണം കിട്ടുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ മേടൻ രാശിക്കാരായ കാർത്തികക്കാർക്ക് സൂര്യൻ തന്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നതിന്റെ പേരിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവർക്ക്. കാരണം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യൻ തന്റെ അധിപനാണല്ല, അതുകൊണ്ടാണ് കൂടുതൽ ഇത് കിട്ടും, നേരിട്ട് ഗുണകരമാവുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഈ ദേഷ്യം കൂടുതൽ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. അതൊന്നും നോക്കണം. കാരണം ഈ നേതൃത്വ പദവിയിലേക്കൊക്കെ എത്തുമ്പോൾ അഹങ്കാരം മനസ്സിൽ വരരുത്. ഈ സൂര്യൻ നേതൃത്വപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, സൂര്യൻ തന്നെ ഈ ഗ്രഹങ്ങളുടെ സ്ഥലപ്പത്തിരിക്കുന്ന ആളാണ് സൂര്യൻ കഴിഞ്ഞിട്ടാണ് മറ്റ് ഗ്രഹങ്ങൾ ഉള്ളത്. നവഗ്രഹങ്ങളിൽ സൂര്യനാണ് ഏറ്റവും പ്രധാനം. സൂര്യനെ പൂജിച്ചാൽ മറ്റ് ഗ്രഹങ്ങൾക്കും അതിന്റെ ഗുണം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സൂര്യൻ ഇത്തിരി കമാൻഡിങ് പവറുള്ള ഒരു ഗ്രഹം. സൂര്യൻ കമാൻഡിങ് പവർ കൂടുതലാണ് സൂര്യൻ. അപ്പൊ സൂര്യന്റെ നക്ഷത്രവും ഈ കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. ഇവർക്ക് കൂടുതൽ ബലം കിട്ടുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഒരു സഹായങ്ങളും കൂടുതൽ ഫലങ്ങളും കിട്ടുന്ന ഒരു സമയമാണ് ഈ വിഷുഫലം. കുടുംബപരമായിട്ട് നല്ല ഒരു അവസ്ഥ, കുടുംബത്തിൽ സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഇവരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഈ
കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലമായി ഉണ്ടാവുന്നതാണ്. സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഇവർക്ക് കിട്ടുന്നതാണ്. കൂടാതെ കുടുംബത്തിന് മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ട്. മംഗളകരമായ കാര്യങ്ങൾ, അതായത് വിവാഹം, അതേപോലുള്ള മറ്റ് പല കാര്യങ്ങളുണ്ടല്ലോ മംഗളകരമായ കാര്യങ്ങൾ, അതെല്ലാം ഇവരെ സംബന്ധിച്ച് നടക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഇവർക്ക് വിദേശയാത്ര പോകാനും വിദേശ ജോലി കിട്ടാനും ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുകൂലമായ ഒരു സമയമാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വിഷുഫലം കാർത്തികക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജാതകത്തിൽ എന്താണ് ഇപ്പോൾ സമയമൊന്നും, നല്ല ഫലമാണ് ഇവർക്ക്, അല്ല നല്ലൊരു ദശാകാലമാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ നല്ലൊരു അപകാരകാലമാണ് എന്നൊക്കെ നിങ്ങളുടെ ജാതകത്തിലെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ജാതകത്തിൽ നല്ല ഗുണമുള്ള സമയമാണെങ്കിൽ ഈ വിഷുഫലവും കൂടി കൂടിച്ചേരുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി ഫലം കിട്ടും. അതായത് ഇരട്ടി മധുരം കഴിച്ച പോലെ ഇരട്ടി ഫലം കിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഈ വിഷുഫലം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.